ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ വൺ ഹൈസ്കൂൾ ഹീറോസ് എന്നൊരു ആക്ഷൻ ഡ്രാമ സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു മൊട്ടയടിച്ച പയ്യനെയാണ്. അവൻ നടന്നു വരുന്ന വഴിക്ക് ഒരു കൂട്ടം ചെക്കന്മാർ ഒരുത്തനെ ബുള്ളി ചെയ്യുന്നതായി കാണുന്നുണ്ട്. അവൻ അവരുടെ അടുത്തേക്ക് ചെല്ലും. അവൻ്റെ സ്കൂളിലുള്ള പയ്യന്മാർ തന്നെയായിരിക്കും അത്. ഇവനെ കണ്ട അവരൊന്ന് പേടിക്കും. ആ പയ്യൻ എന്നെ സഹായിക്കുമെന്ന് പറയുമ്പോൾ മൊട്ട അവൻ്റെ ചെവിയിൽ ഇവിടെ നിന്നെ ആരും സഹായിക്കാൻ വരില്ല, അത് നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു പെന്ന് കൊടുത്ത് അവിടുന്ന് പോകും. ഇത് കണ്ട് വീണ്ടും ആ ബുള്ളീസ് അവനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. ആ ദേഷ്യത്തിൽ ആ പയ്യൻ ആ പെന്ന് കൊണ്ട് മറ്റവൻ്റെ വയറ്റിന് കുത്തുന്നു. ഇത് കണ്ട് പേടിച്ച ബാക്കി പയ്യന്മാരുടെ ശബ്ദവും കേട്ട് ചിരിച്ചുകൊണ്ട് മൊട്ട അവിടുന്ന് പോകും. ശേഷം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം കാണിച്ച പോലെ കിം അവന് ദേഷ്യം തീരുവോളം അടിക്കും. കാങ് അവനെ പിടിച്ചു മാറ്റുന്നു. കിം ഇവനെയൊക്കെ തല്ലല്ല കൊല്ലാണ് വേണ്ടത്. എത്ര നിർത്താൻ പറഞ്ഞിട്ടും കിം കേൾക്കുന്നുണ്ടാവില്ല. ആ കാര്യവും പറഞ്ഞ് പിന്നെ വാക്ക് തർക്കത്തിലാവും. എന്നിട്ട് ദേഷ്യം വന്ന കിം അടിക്കുന്നത് അവിടെയുള്ള ഒരു കല്ലിൻ്റെ മേലായിരിക്കും. ശേഷം കാങ് അവനോട് നീ നേരത്തെ കുറച്ച് ഓവറായിരുന്നു, അപ്പോൾ അവനും അതുപോലെ ആവില്ലേ ആ കുട്ടികളെയും അടിച്ചിട്ടുണ്ടാവുക. കാങ് നമ്മുടെ പെരുമാറ്റം ഏതാണ്ട് ആ ബുള്ളീസിനെ പോലെ ആയതുപോലെയുണ്ട്. കിം അല്ല, വ്യത്യാസമുണ്ട്, നമ്മൾ അടിക്കുന്നത് ചീത്ത ബുള്ളീസിനെയാണ്. ആ സമയം കാങ്ങിന് ഒരു കോള് വരും. അത് ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും. അവൻ വെപ്രാളത്തിൽ നമുക്ക് വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്ന് പറയും. ശേഷം കാങ്ങിൻ്റെ കൂടെ കിമ്മും ഹോസ്പിറ്റലിലേക്ക് പോകും. അവിടെ കുറച്ച് പയ്യന്മാർ ഇരുന്ന് രണ്ട് മാസ്ക് വെച്ച ആൾക്കാർ കുറേ ബുള്ളീസിനെ അടിച്ചിട്ട കാര്യം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവർ നമ്മുടെ സ്കൂളിലേക്കും വരണം, എന്നിട്ട് അവിടെയുള്ള ബുള്ളീസിനൊക്കെ നല്ല പണി കൊടുക്കണമെന്നൊക്കെ പറയുന്നത് കിം കേൾക്കുന്നുണ്ട്. ശേഷം കാങ് അവിടെ എത്തുമ്പോൾ അവൻ്റെ ഫ്രണ്ട് കോമയിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടാകും. കാങ് നിന്നെ എല്ലാ മാസവും 2 വട്ടം കാണാൻ വരാറുണ്ട് എന്നൊക്കെ അവൻ്റെ അമ്മ പറയും. ഇവനെ കണ്ട സന്തോഷത്തിൽ കാങ് ഒരുപാട് കരയുന്നു. ഇവൻ ഈ സ്ഥിതിയിലാകാൻ കാരണമായ ബുള്ളീസിനെയായിരിക്കും കാങ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് അവൻ്റെ ഒരു റിവെഞ്ച് ആയിരിക്കും. ശേഷം അവർ രണ്ടുപേരും വേറെ ഒരു കൂട്ടം ബുള്ളീസിൻ്റെ ഏരിയയിലോട്ട് എത്തിയിരിക്കുകയാണ്. കിമ്മിനോട് കഴിഞ്ഞ തവണത്തെ പോലെ ആകരുത് ഇപ്പോൾ. കിം പേടിക്കണ്ട, നമ്മൾ അവരിൽ നിന്ന് ഡിഫറൻ്റ് ആണെന്ന് പറയും. അങ്ങനെ അവർ അകത്തേക്ക് മാസ്കും വെച്ചോണ്ട് കയറും. കാങ് നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കിട്ടിയതിൽ സന്തോഷം. ഓ, അപ്പോൾ അത് നിങ്ങളാണോ ആ മാസ്ക് ഇട്ട സൈക്കോസ്? ഹ്യോപ്പിനെയും ഗിയൂണിനെയും ഒക്കെ അടിച്ചിട്ടത് നിങ്ങളാണല്ലേ? ഇനി അടുത്തത് എന്നെയാണോ? നീയൊക്കെ ഏതാടാ? ശരിക്കും അവിടെ ഇരിക്കുന്ന ആ ജൂനിയർ ഇവർ നേരത്തെ രക്ഷിച്ചിട്ടുള്ള ഒരുത്തനായിരിക്കും. അവൻ ഇവരെക്കുറിച്ചൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. അതിന് ആ ജൂനിയറിനെ അഭിനന്ദിക്കുന്നു. എന്നിട്ട് നീ ചിരിക്കുന്നോ എന്ന് ചോദിച്ച് ഒരു ചവിട്ട് കൊടുക്കും അവന്. അവിടെ മുഴുവൻ അവന്മാരെ വളഞ്ഞിട്ടുണ്ടാകും. ഇതൊരു ട്രാപ്പാണെന്നും എല്ലാം കയ്യിൽ നിന്ന് പോയെന്നും കാങ്ങിന് മനസ്സിലാവും. കിം എന്താ നിനക്ക് പേടിയുണ്ടോ? പേടിയോ? എനിക്കോ? അങ്ങനെ അവിടുന്ന് ഫൈറ്റ് തുടങ്ങും. പക്ഷെ ഇനിയും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്നിട്ട് പിടിച്ചു വെച്ച് ആദ്യം കാങ്ങിൻ്റെ മാസ്ക് കഴിക്കും. ഇത് നീയായിരുന്നോ?
എന്നിട്ട് നീ എന്താടാ റിവെഞ്ച് എടുക്കുകയാണോ എന്ന് ചോദിച്ച് മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ കിമ്മിൻ്റെയും മാസ്ക് അഴിക്കും. പക്ഷെ അവനെ മനസ്സിലായിട്ടുണ്ടാവില്ല. നീ ഏതാടാന്ന് ചോദിക്കുമ്പോൾ ഹൈസ്കൂൾ സൂപ്പർ ഹീറോ ആടാ എന്ന് പറയും. എന്നിട്ടൊരു ചവിട്ട് കൊടുക്കും. അവസാനം എങ്ങനെയോ ജനാലയൊക്കെ തകർത്ത് പുറത്തേക്ക് ഓടി രക്ഷപ്പെടും. പിന്നാലെ ആ ബുള്ളീസും ഉണ്ടാവും. ആ സമയത്താണ് ഒരു ഡെലിവറി ബോയ് ഇത് കാണുന്നത്. പെട്ടെന്ന് തന്നെ തിരിച്ച് നേരെ ഇവരുടെ അടുത്തേക്ക് വന്ന് വേഗം കയറെന്ന് പറയും. അത് തൊപ്പിയായിരിക്കും. അങ്ങനെ ആ രണ്ടെണ്ണത്തിനെയും കൊണ്ട് അവൻ അവിടുന്ന് പോകുന്നു. ബുള്ളീസിന് ഇവരെ മിസ്സാവും. ശേഷം ഇവരെ ഒരു സ്ഥലത്ത് കൊണ്ടുവിടും. തൊപ്പി, നിങ്ങൾ പൊക്കോ, എനിക്ക് വർക്കുണ്ട്, ഡെലിവറി ചെയ്യാനുള്ളതാ. ഈ മോട്ടോർ സൈക്കിളാണ് ഇന്ന് നിങ്ങളെ രക്ഷിച്ചത്. കിം അവനോട് താങ്ക്സ് പറയും. എന്നിട്ട് പോകാൻ നേരം കിം കാങ്ങിനോട് അവൻ പറഞ്ഞ നിന്റെ ആ റിവെഞ്ച് എന്താന്ന് ചോദിക്കുന്നുണ്ട്. അത് പറയാത്തതിലുള്ള വിഷമവുമുണ്ട് അവന്. എന്നിട്ട് തൊപ്പിയോട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, എന്നെ ഈ കോലത്തിൽ വീട്ടിൽ കണ്ട പ്രശ്നമാണ്, അതുകൊണ്ട് നിന്റെ കൂടെ സ്റ്റേ ചെയ്യാൻ വല്ല സ്ഥലം ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ അവർ നേരെ ബോക്സിംഗ് ജിമ്മിലേക്ക് പോകും. അവിടെ തൊപ്പിയുടെ കുറേ ട്രോഫിയും മെഡലും ഒക്കെ കാണും. അതവന് ബോക്സിങ്ങിൽ ജയിച്ച് കിട്ടിയതായിരിക്കും. ആ സമയത്ത് കിമ്മിന് വീട്ടിൽ നിന്നും കോൾ വരുന്നുണ്ടെങ്കിലും അവനത് എടുക്കില്ല. തൊപ്പി, വീട്ടിൽ നിന്നല്ലേ, എടുക്ക്. ഏയ്, അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കും. അതിനു മുമ്പേ അച്ഛന് അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാകും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരിക്കും ഉറങ്ങാൻ കിടക്കുക എന്നുള്ളതായിരിക്കും അത്. ശേഷം ബുള്ളി റെക്കോർഡ് ചെയ്ത ആ വീഡിയോ കണ്ട് ചിരിക്കായിരിക്കും ആ മൊട്ട. അവനായിരിക്കും ഇവിടുത്തെ മെയിന്. ഹ്യോപ്പ് ഉൾപ്പെടെയുള്ള 3 പേര് ചേർന്നുള്ള ഒരു ഗ്യാങ് ആയിരിക്കും അത്. ഈ 3 പേർക്കും അവരുടെ നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. കിമ്മിനെ നേരിട്ട് ഹ്യോപ്പിനെ അറിയാമെന്നും പറയും. ഞാൻ അവനെ ജസ്റ്റ് ഒരു ഫംഗ്ഷന് കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. മൊട്ട, ഇപ്പോൾ ഞാൻ എന്താ വേണ്ടത്? കയ്യോ കാലോ എന്താ ചെയ്യേണ്ടത്? ഹ്യോപ്പിനോട്, നീ വേറെ സ്കൂളല്ലേ, ഈ വിഷയത്തിൽ എങ്ങനെ നീ പെട്ട്? നിന്റെ അച്ഛൻ അവന്മാരുടെ അടുത്തേക്ക് പഠിക്കാൻ വിട്ടോ? നിനക്കും നിന്റെ അച്ഛനെ പോലെ ഡോക്ടറാവാൻ ധൃതിയായോ? അപ്പോൾ കാങ്ങിൻ്റെ ഫ്രണ്ട് ഇന്നലെ കോമയിൽ നിന്ന് എണീച്ചില്ലേ? ആ കാര്യം ഹ്യോപ്പ് മൊട്ടയോട് പറയുന്നു. അന്ന് ഹ്യോപ്പിൻ്റെ അച്ഛനായിരിക്കും അതൊക്കെ ഒതുക്കി തീർത്ത് വിട്ടത്. എന്നിട്ട് കിമ്മിൻ്റെയും കാങ്ങിൻ്റെയും സ്കൂൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഞാൻ നാളെ തന്നെ പോകാം. പക്ഷെ ഹ്യോപ്പേ, എനിക്കിപ്പോൾ ഒരുപാട് ക്യാഷ് തരേണ്ടി വരും. നമ്മൾ ഫ്രണ്ട്സാണ്. എന്നാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേ നീ എൻ്റെ അടുത്ത് വരാറുള്ളൂ. അത് ഭയങ്കര സങ്കടമാണ് എനിക്ക്. അപ്പോൾ അതിന് ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. ശേഷം പതിവ് പോലെ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ് കിം. കൂടെ തൊപ്പിയും ഉണ്ടാകും. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ മേപ്പോട്ട് നോക്കി നിൽക്കുന്നതെന്ന് തൊപ്പി ചോദിക്കുമ്പോൾ, നീ കാണുന്നില്ലേ എയ്റോപ്ലെയിൻ? അപ്പോൾ നിനക്ക് ഈ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടും ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഏത്, ഇതോ? ഇത് കേടുവന്നതാ, നോ സൗണ്ട് എന്ന് പറയും. ശേഷം ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് കാങ് കിമ്മിനെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ആ മൊട്ട കാങ്ങിൻ്റെയും കിമ്മിൻ്റെയും സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ സിയോങ്ങിൻ്റെ ഏരിയയിൽ ചെന്ന് അവിടെ ഒരുത്തനെ അടിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്തായിരിക്കും അവിടേക്ക് സിയോങ് എത്തുന്നത്. നീ ആരാ? അപ്പോൾ നിനക്ക് കാങ്ങിനെ അറിയുമോ എന്ന് ചോദിക്കും. ഇവൻ പറയുന്നത് ഇവൻ അറിയില്ല എന്നാ. പോയി കാങ്ങിനെ പിടിച്ചുകൊണ്ട് പോവാ എന്ന് പറയും. അപ്പോൾ ഞാനോ, ഫ്രീ ആയിട്ടോ? അപ്പോൾ എത്ര വേണമെന്ന് ചോദിക്കുമ്പോൾ 50,000 വോൺ എന്ന് പറയും. ഓക്കെ, 50,000 വോണിന് ഞാനൊരു ചവിട്ട് തരാമെന്ന് പറയും. പക്ഷെ അവൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ സിയോങ്ങിന് പറ്റുന്നുണ്ടാവില്ല. അവനെ ചവിട്ടി കൂട്ടും മൊട്ട. എന്നിട്ട് ബാക്കിയുള്ളവരോട് കാങ്ങിനെ പിടിച്ചുകൊണ്ട് വരാനായി പറയും. ശേഷം കിമ്മും കാങ്ങും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ആ സമയത്ത് സിയോങ്ങിൻ്റെ ഫ്രണ്ട് വന്ന്, നിന്നെ അന്വേഷിച്ച് ഇവിടെ ഒരുത്തൻ വന്നിട്ടുണ്ട്, നിങ്ങളെ 2 പേരെയും കൊണ്ട് ചെല്ലാനാ എന്നോട് പറഞ്ഞു. സിയോങ്ങിന് നല്ല അടി കിട്ടി അവൻ്റെ എന്ന്. നിങ്ങളിപ്പോൾ ഉള്ളത് വലിയൊരു പ്രശ്നത്തിലാണെന്ന് പറയും. ശേഷം ഇവരെയും കാത്ത് മൊട്ട ഇരിക്കുന്നുണ്ടാവും. കിം അടിക്കാൻ നിൽക്കുമ്പോഴേക്കും കാങ് വന്ന്, നീ ഇതിൽ നിന്ന് മാറി നിൽക്കുകയായിരിക്കും നല്ലത്, ഇത് ഞാനും അവനും തമ്മിലുള്ളതാ, നിനക്ക് വേണ്ടത് എന്നെയല്ലേ, വാ. ആദ്യത്തെ ഒരു ചവിട്ടിൽ തന്നെ കാങ്ങിനെ വീഴ്ത്തുന്നു. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.
അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.